ഇതുവരെ എഴുന്നേറ്റില്ലേ? മോളെ മോളെ ചിന്നു എവിടെ പോയി? മോളെ മോളെ ചിന്നു ചിന്നു ഇവൾ എഴുന്നേക്കൊന്നുമില്ലേ? ഇതെവിടെ പോയി? ഇവളിതെവിടെ പോയി? മോളെ മോളെ നീ ഇവിടെ വന്നിരിക്കണല്ലേ? മോളെ ഇതാണ് രാവിലെ പരിപാടി. ഫോണിങ് തന്നെ അത് തരിഞ്ഞ് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. എപ്പോ നോക്കിയാലും ഫോൺ 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 ഏത് നേരം ഫോൺ 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 ഫോൺ. ചിന്നു നീ രാവിലെ തുടങ്ങിയ ഫോൺ കൊണ്ട്? ദീപ്തി ദീപ്തി നിന്നോട് ഞാൻ പറഞ്ഞിട്ട് രാവിലെ കുഞ്ഞിക്ക് ഇങ്ങനെ ഫോൺ കൊടുക്കാൻ പാടില്ലെന്ന്. രാവിലെ ഫോൺ കൊടുത്ത് സൈഡാക്കിയാ എന്റെ സുഖമായിട്ട് അപ്പുറം ഒരു പണി എടുക്കാനാ. എനിക്ക് ചിന്നുവിന്റെ കാര്യം കൂടി നോക്കിക്കൂടെ ഒന്ന്? ഇങ്ങനെ പറഞ്ഞാ മതി. ഏത് നേരം ഫോൺ ഫോൺ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. ഏത് നേരം അന്നേരം കൊടുക്കല ഫോൺ. അടുക്കളയിൽ 100 കൂട്ടം പണികളുണ്ട്. നിങ്ങളെ വർത്താനം കേട്ടതൊന്നും ഞാനിവിടെ രാവിലെ മുതൽ വെറുതെ ഇരിക്കാന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും, എനിക്കാണെങ്കിൽ 100 കൂട്ടം പണികളുണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്റെ ജോലി ആരും ചെയ്യല്. ഇനി നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ തന്നെ തുടങ്ങി നിന്റെ അച്ഛന്റെ വരണം കൂടെ കേൾക്കാൻ. വേഗം വന്നേ വാങ്ങ അടി കരിഞ്ഞ ചായ പോലും കുടിക്കാതെ അടി കരിഞ്ഞ എന്നാ ഈ കുഞ്ഞിന് ഇങ്ങനെ വഴക്ക് പറയുന്നേ? ആ മോളെ ബാ അമ്മമ്മ എടുക്കാലാ. ബാ അമ്മമ്മ കഥ പറഞ്ഞേരാ. അമ്മമ്മ കഥ എന്തെന്ന് എപ്പ നോക്കിയാൽ ഈ കുഞ്ഞക്കല്ലോ ഫോണേ വേണ്ടു. ഫോണിൽ കുത്തി കുത്തി കളിക്ക്. എണതിരുത്തി ഏത് സമയത്ത് കുഞ്ഞിക്ക് ഇത് വാരി കൊടുക്കുന്നത്? ഇത് മാത്രമേ കഴിക്കൂ, ചോറ് കഴിക്കില്ല. ഇങ്ങ് വാ അമ്മമ്മ തരാല. വാ കുഞ്ഞിക്ക് അതുകൊണ്ടല്ലേ പല അസുഖവും വരുന്നേ. ചിന്നു എന്നോട് ഞാൻ പറഞ്ഞിട്ടേ ഫോൺ നോക്കിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന്. ഫോൺ കൊടുത്താ ഫോൺ നോക്കണ്ട. അതാ അല്ലാണ്ട് ഭക്ഷണം കഴിക്ക്. എന്നാ കഴിക്കും. ഫോൺ കൊടുത്താ ഫോൺ ഇങ്ങോട്ടാ. ഫോൺ നോക്കാണ്ട് കഴിച്ചാ മതി. ഇങ്ങോട്ടാ ഇങ്ങോട്ടാ ഫോൺ കൊടുത്താ കൊടുത്താ ഫോൺ കൊടുത്താ. ഞാനമ്മ കരയിച്ചേ മോളെ കഴിക്കും. മോളെ ഇത് കൂടെ കഴിക്കേ. എന്താ കഴിക്കേ? ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വായി അടക്കി വെച്ചൂടെ? മോളെ മോളെ വാ. ആ കുഞ്ഞു മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നതായിരുന്നു. നിങ്ങളായിട്ട് ഇല്ലാതാക്കി. മോളെ മോളു ഇതാ ഭക്ഷണം കഴിക്കുവാ. വാ ഭക്ഷണം കഴിക്കേ. മോളെ കുറച്ച് കഴിക്കുവാ. വാ നല്ല മുട്ടല്ലേ. വാ തണ്ടടേ അയ്യടാ ചിരി കണ്ടോ വീട്ടിന്റെ. ഇനി അമ്മ ഭക്ഷണം തട്ടെ കഴിക്കണേ. അയ്യടി കൊച്ചു കള്ളി. ഇതൊന്നും അത്ര നല്ല ശീലല്ല കേട്ടാ. ഞാൻ പറഞ്ഞിട്ടാവണ്ട. പിന്നെ കഴിക്കണ്ടേ അവള്? ഒന്നും കഴിക്കുന്നില്ല കഴിക്കണ്ട. ഫോൺ നോക്കിട്ട് ഇപ്പം ഫുഡ് കൊടുക്കലാ. ആരോട് പറയണ്ട് പറഞ്ഞിട്ടെന്നാ വേണ്ടിപ്പോ. ചിന്നുട്ടി മോളെ പുറത്തേക്ക് പോയേ. ചിന്നു ഞാൻ പുറത്തേക്ക് പോ. ദീപ്തി നീ ഇവളെ കൂട്ടിട്ട് പോയായിരുന്നു. നീ ഇവളെ കൂട്ടിട്ട് പോ. അപ്പുറത്തേക്ക് പോയേ. ഒരു കാര്യം ചെയ്യുന്ന ഞാൻ ഫോൺ എടുത്ത് അപ്പുറം പോയി കളിക്കും. നമുക്കൊരു കുറഞ്ഞതൊരു 10 കിട്ടുന്ന രീതിയിൽ വേണം പറയാൻ. ഇവരെപ്പോലുള്ളവരടുത്തൊന്നല്ലേ നമ്മൾ വാങ്ങിക്കേണ്ടത്. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ. പുറത്താനും കാണുന്നില്ല. പക്ഷേ വിലടിച്ചൊക്കെ മാഷേ നമസ്കാരം. നമസ്കാരം. ബാ മാഷോ കയറി. ഹായ് മോളു
ബാബേ ദീപ്തി ദീപ്തി ഇതാ മാഷ് വന്നിരിക്കുന്നു. മോളെ ദീപ്തി ആ മാഷ നമസ്കാരം. നമസ്കാരമുണ്ട്. എങ്ങോട്ടാണ് തിരക്കട്ടെ? ഒരു മീറ്റിംഗ് ഉണ്ട്. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. എന്റെ മാഷ എന്നിട്ട് വന്ന കാര്യം എന്നാ പിന്നെ വന്ന കാര്യം പറയാം. ഇത് നമ്മുടെ PTA പ്രസിഡന്റാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇപ്പം ഒരു ഓഡിറ്റോറിയത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റിൽ നിന്നെല്ലാം നമുക്ക് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് തികയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പം നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാരുമായിട്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എന്നാലും സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനമുള്ള ഒരു വ്യക്തിയല്ലേ. എന്നാലും പരമാവധി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരണം. പക്ഷേ നോക്കി ചെയ്യാം, നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം. നാട്ടിലത്തെ സ്കൂളല്ലേ. ആയിക്കോട്ടെ. ചിന്നു അവളെ ആ ഫോൺ എടുത്താ. അവളെ വിളിക്കണ്ട. ചിന്നു അവള് വന്നപ്പോ തന്നെ പോണത്തിന് നമ്മൾ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്ന കുഞ്ഞ് ഇതുവരേക്കും ഒന്നും ഞങ്ങൾ വന്നതുപോലും അറിഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ സംഭവം. എപ്പോഴും ഫോൺ നിങ്ങൾക്ക് അറിയുന്നല്ലേ, നിങ്ങൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴത്തെ കുടുംബങ്ങളിലെല്ലാം പ്രശ്നം ഇത് തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ മതി. ഓളെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവര് രണ്ടാൾ പോയാലും ഞാനല്ലേ ഓളെ നോക്കുന്നേ. ഓക്ക് ഫോൺ മാത്രം മതി. അത് തന്നെയാണ് കുഴപ്പം. കുട്ടികൾ കഴിയുമ്പോൾ നിങ്ങൾ ഫോൺ കൊടുത്ത് സോൾവ് ചെയ്യുന്നു. ചിന്നു ഫോൺ കൊടുത്താ. കുറെ സമയമല്ലേ കളിച്ചു കൊടുക്കുന്നു. ഇങ്ങോട്ടാ ഫോൺതാ. ഇങ്ങോട്ടാ. എന്തെന്നാണ് മോളെ ഇങ്ങനെ കരയല്ല. അധികം ഫോണില് കളിച്ചൂടാ, അസുഖം വരില്ലേ. എന്റെ മോള് കരല്ല വന്നേ. ഫോണിലധികം കളിച്ചൂടാന്നറിയില്ലേ. കരയല്ല, എന്തിനാ കരയില്ല. പറഞ്ഞുകൊണ്ടൊന്നും തോന്നരുത്. കുഞ്ഞ് മൊബൈലിന് അഡിഷനാണ്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. എന്റെ അറിവില് ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ഫൽഗു. ഒന്ന് അത്യാവശ്യമായിട്ട് കാണിച്ചിട്ട് പക്ഷേ ശരി. മോളെപ്പോഴും കരയിലുണ്ടോ? കരയുമ്പോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മൊബൈൽ കൊടുത്താൽ കരച്ചിൽ നിർത്തും. എപ്പോഴും ഇത് തന്നെ മൊബൈൽ. അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇവിടെ ഫസ്റ്റ് കൊടുക്കാൻ തുടങ്ങി മൊബൈൽ. അപ്പോ ഇത് പ്രത്യേകതരം ഒരു രോഗമാണിത്. ഇത് നോമോഫോബിയ എന്ന് പറയും ഈ രോഗത്തിന്. അതിന് മെഡിസിനോ കാര്യങ്ങളോ ഇഞ്ചക്ഷനോ ഒന്നുമില്ല. നിങ്ങൾ തന്നെയാണ് ഈ കുട്ടികളുടെ ഏറ്റവും വലിയ മെഡിസിൻ. നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഗെയിമിന് അഡിക്റ്റ് ആയി. നിങ്ങൾ ആ മൊബൈൽ ഉപയോഗിച്ചിട്ട് കുട്ടികളെ വൈകുന്നേരം ഈവനിങ് ടൈമിൽ പാർക്കിൽ കൊണ്ടുപോവുക, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെടുക കുട്ടികൾ. അങ്ങനെ കുട്ടികളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് മെച്ചമ മാറുക. புரிஞ்சுதா உங்களுக்கு? அதாவது செய்தது அதாவது மெடிസിൻ ഏതാവതും கிடைக்காது. കുട്ടികളിൽ മാത്രമല്ല ഇത് മുതിർന്നവരിലും ഇതൊരു പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണിത്. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനത്തിന് എല്ലാവരും ഇതിന് അഡിക്റ്റാണ്. ഹോട്ടൽ ജീവനക്കാരും ബസ് യാത്രക്കാരും ബസ് ഡ്രൈവർമാരും എല്ലാവരും ഇതിന് അഡിക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക, വളരെ കെയർ ചെയ്യുക. ഓക്കെ? മെഡിസിൻ അങ്ങനത്തെ ഏതാവതും ഇല്ല, ഒന്നുമില്ല, ഒരു സൊല്യൂഷനും ഇല്ല. സമൂഹത്തിൽ മനുഷ്യനിന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് മൊബൈൽ ഫോൺ. മുതിർന്നവരെക്കാൾ ഫോൺ അഡിക്റ്റാണ് കൊച്ചുകുട്ടികൾ പോലും. ഇത് മുളയിലെ നുള്ളിയില്ല എങ്കിൽ ഓർമ്മക്കുറവ്, ബുദ്ധിമാന്യം പോലെ പല രോഗങ്ങളും വന്നുപെടാം. ഇതിനെതിരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആവട്ടെ തുടക്കവും. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം
സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ. Residential and commercial air condition, refrigerator, washing machine, inverter, water filter, water heater, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടെക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടെക്, ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.